ഹലോ, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, എൻ്റെ ഒരു അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ നിന്നാണ് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് ഇറങ്ങുകയാണ്. അച്ചാച്ചനും ഉണ്ണിമോള് റെഡി ആയിട്ടുണ്ട്, ഞാനുണ്ട്, പിന്നെ ഇച്ചുമോനൊക്കെ കാറിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, പിന്നെ അച്ഛനമ്മ അനൂപ് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിക്കാരെ മൈലാഞ്ചി കിട്ടുന്നത് ചേച്ചിമാർ ചിറ്റമാർ ഇന്നലെയൊക്കെ നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പം നമ്മൾ മൈലാഞ്ചിയിടൽ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനൊന്നും ഇട്ടില്ല കേട്ടോ, ഇറന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് പോകണം. 12 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്, സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണുള്ളൂ. ഓക്കെ, ഒരാൾ കാറിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതാരാണ് ഇതാള്? തുറന്ന് താടാ. അതെ, നമ്മുടെ ഇച്ചുമോൻ നേരത്തെ തന്നെ കാറിൽ കയറി സീറ്റ് എടുത്തിരിക്കണ്ട, അല്ലെങ്കിൽ ഇച്ചുവിന്റെ സീറ്റ് പോവോ? ഓയ്യോ, അതുകൊണ്ട് അവൻ ഫസ്റ്റ് കയറി സീറ്റ് പിടിച്ചേക്കാണ് കേട്ടോ. അതെ, അവന്റെ വേഷം ഇതാണ്. നമ്മൾ കഴിഞ്ഞൊരു കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായില്ലേ, അപ്പോൾ ആ ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എൻഗേജ്മെന്റ് അല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ടൊക്കെ പോവാണ്. എൻ്റേതും നമ്മുടെ കഴിഞ്ഞൊരു കല്യാണത്തിനുള്ള ഒരു ഡ്രസ്സൊക്കെ തന്നെയാണ്. അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് അറ്റൻഷനിൽ നിന്നിട്ട് ചാറ്റയൊക്കെ തരാം. അച്ചാച്ചൻ പറയണം നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട് കേട്ടോ. ഉണ്ണി, നിങ്ങൾ കാറിൽ കയറി പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും നിങ്ങൾ രാവിലെ തന്നെ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. നിച്ചുമോനുണ്ട്, അത് തുറന്നെടുക്കുക. ഇതാണ് കേട്ടോ എൻഗേജ്മെന്റ് വീട്. അപ്പോൾ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ഇത് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, പോർച്ചിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ റോസാപ്പൂക്കളും വൈറ്റും റെഡൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സിമ്പിളായിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷനാണ്. അപ്പോൾ സീറ്റൊക്കെ ഇത് കാലിയായിട്ട് എടുക്കണം, ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് 2 കൂട്ടുകാരാണ് കേട്ടോ ഇവിടുത്തെ. നമ്മുടെ നിച്ചുമോൻ്റെ ഒരു കൂട്ടുകാരനാണിത്. നിച്ചുമോൻ പെൻ ഡ്രൈവ് കിട്ടി തുള്ളിച്ചാടണം. അവിടെ ഇരിക്കടാ, തുള്ളിച്ചാടല്ലേ, അനങ്ങാതിരിക്കും. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചേട്ടാ, എനിക്ക് മുടി അയച്ചിട്ടിട്ട് ഭയങ്കര അസ്വസ്ഥത. ഞാൻ കെട്ടിയൊക്കെ വെച്ചു. ഇപ്പം ആരും വന്നൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. 12:15 ആകുമ്പോഴേക്കാണ് ഇത്. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെയായി, പിന്നെ വീട്ടുകാരാണല്ലോ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മയൊക്കെ അതിലേ പോകുന്നുണ്ട്. നമ്മുടെ ചാനലിലേക്ക് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാരാ പേര് പറഞ്ഞേ? അവളുടെ പേര് അനിതവ്. അനിരവ് എന്നാണ് ഇവാവയുടെ പേര്. ഇവൻ നീരവും അനിരവും ഒക്കെ വന്നിട്ട് ടാറ്റ പറഞ്ഞ ഇതിൻ്റെ അകത്ത്. ടാറ്റാ. നമ്മുടെ മണവാട്ടി ഇതാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ശ്രുതി എന്നാണ് കേട്ടോ അവളുടെ പേര്. പിന്നെ ഇത് രഞ്ജു നിഖിലോപ്പയാണ്. ഇവരെല്ലാവരും നമ്മുടെ കസിൻസ് തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ചെക്കൻ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ചെക്കനെ പോയിട്ട് അളിയൻ പോയി വെൽക്കം ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. പെണ്ണിൻ്റെ ആങ്ങളെ പോയിട്ടാണ് ചെക്കനെ ഇങ്ങനെ ഷേക്കൻ്റെയൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. കല്യാണത്തിനാകുമ്പോൾ ബൊക്കെ സ്നേഹത്തിലാണ്. രണ്ടുപേരും ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. നിച്ചുമോനും അപ്പൂപ്പനും ആട്ടോ ഇത്. അതെ, ഉണ്ണിമോളുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഉണ്ണിയും ഫ്രണ്ടും കൂടി ഇവിടെ കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മോതിരമാറ്റത്തിൻ്റെ ചടങ്ങൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ മണവാട്ടി ഇപ്പോൾ വന്നിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ശരിക്കും ഇത് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായില്ല കേട്ടോ. കാരണം ഈ ക്യാമറ വെച്ചിട്ട് അവരുടെ ലൈറ്റും ഒക്കെ കൂടി നിന്നിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നൊരു കണക്കിനാണ് ഞാൻ കുറച്ച് വീഡിയോസെങ്കിലും എടുത്തത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആണല്ലോ മെയിൻ വീഡിയോ. നമ്മുടെ വ്ളോഗ് ഒരു സൈഡായിട്ട് നമ്മുടെ ഒരു സന്തോഷത്തിന് എടുക്കുന്ന കാര്യമല്ലേ. അപ്പോൾ എന്തായാലും അവരുടെ ഇതിന് നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പുറകിലായിട്ട് നിന്നു. എനിക്ക് പറ്റാവുന്ന പോലെ കുറച്ച് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജ് ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഓർമ്മ വന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് ടെൻഷനും സന്തോഷമൊക്കെ കൂടിയുള്ള ഓരോരോ സമയങ്ങളല്ലേ. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് നമ്മുടെ കല്യാണമൊക്കെ നടത്തി വിടുന്നതും ഓരോരോ ചടങ്ങുകളൊക്കെ നടത്തുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള സന്തോഷങ്ങളും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താ പറയുക, നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ചിലപ്പോൾ പല പല ടെൻഷൻസൊക്കെ വരും. എന്നാലും
ആ ഒരു സന്തോഷത്തിൻ്റെ ഇതിൽ നമ്മളതൊക്കെ മറക്കും എന്നുള്ളതാണ്. ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അവിടെ ചിറ്റയും ശ്രീകുട്ടനും എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാവും അവരുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും ഈ ഒരു മൊമെൻ്റൊക്കെ കാണുമ്പോൾ. ഇതുപോലെ തന്നെയാണ് കല്യാണത്തിന് നമുക്ക് ആ ഒരു താലി കെട്ടുന്ന സമയത്താണെങ്കിലും അന്നേരത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ എന്താ പറയുക പുരോഗമനങ്ങളും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അല്ലേ, ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് അത്രയ്ക്ക് വലുത് തന്നെയാണ്. ഇപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അന്നേരത്തെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ ഭയങ്കര ക്യാമറമാൻമാരുടെ ബഹളമായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ കാണിച്ചു തരാൻ പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പെട്ടിട്ട് അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇതാണ് കേട്ടോ. അതെ, അവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ്, ധന്യ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പിടിച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി അങ്ങോട്ട് എടുത്തു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അകത്ത് തന്നെ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേഴ്സാണ് കേട്ടോ. ആ യെല്ലോ സാരി എടുത്ത് വെക്കുന്നതാണ് രഞ്ജു. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പ്രത്യേക അന്വേഷണം പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ. പിന്നെ ശ്രീകുട്ടിയുണ്ട്. ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിൽ മുന്നായിട്ട് നമ്മളുടെ ഫോട്ടോ എടുത്തു കേട്ടോ. പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാനിങ്ങനെ സെൽഫിയൊക്കെ ഇട്ട് വീഡിയോ എടുക്കുമെങ്കിൽ എൻ്റെ വീഡിയോ ആരെങ്കിലും എടുത്തു തന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് എങ്ങനെയുണ്ട്, ഷെയ്ഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊന്ന് ചിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവർ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അന്നേരത്തെ അവിടെ നിന്നിട്ട് ഇവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് വെക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ ടൈമായി. നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ദൈവന്മാരിരുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം സദ്യ തുടങ്ങുന്ന സമയമായപ്പോഴേക്കും കണ്ണനൊക്കെ അവിടെ നിന്ന് വിളമ്പാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ സൂം ചെയ്തൊരു വീഡിയോ എടുത്താണ്. ആളവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പം അവിടെ എന്തൊക്കെയോ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. ഇന്ന് മുഴുവൻ കഴിക്കോ? മിടുക്കനാവണം കേട്ടോ. 3 പേര് ഇരിപ്പുണ്ട്. അപ്പയും മക്കളുമായിട്ടുള്ള സംസാരമാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഫുഡ് ബീഫുണ്ട്, ചിക്കനുണ്ട്. പിന്നെ ഇപ്പുറത്താണ് മീൻകറി എടുത്തത്. ഞാൻ മീൻകറി വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ അച്ചാറുണ്ട്, ക്യാബേജ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. ഇപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ വന്നു കേട്ടോ. കാര്യമായിട്ടുണ്ടായില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാരണം മഴയില്ല വെയിലില്ല, അതുപോലെ ഒരു കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു ഫംഗ്ഷന്. ഭയങ്കര ചൂടെടുത്ത് കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നില്ല. അപ്പോൾ അത് എനിച്ചുമോൻ എന്തോ ഒരു പെൻ ഡ്രൈവ് ഒക്കെ കാണിച്ച് നടക്കുന്നു കേട്ടോ. അവരൊക്കെ നോക്കണുണ്ട് നിന്നെ. പരിപാടിയൊക്കെ നന്നായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് വിടാം. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പോണ സമയത്ത് എല്ലാവരും നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നീതും ഉണ്ണിമോളും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ശ്രീകുട്ടി, പൂജ, അപ്പോൾ അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്തൊക്കെയോ ചളിയൊക്കെ പറഞ്ഞിട്ട് ഏറ്റങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാവങ്ങളെ. അപ്പോൾ പൂജ വന്നിരുന്നിട്ടുണ്ട്. ഇത് തന്നെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവളും ടാറ്റയൊക്കെ പറയാണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ തിരിച്ചെത്തി, നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ല എന്താ പറയുക, എല്ലാവരുമായിട്ട് സംസാരിച്ച് നല്ല സന്തോഷമുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക,
ഇനിയിപ്പം ഞങ്ങൾ ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്, ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ബൈ ബൈ. ഇവിടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്കൊരു ബൈയും കൂടി പറഞ്ഞേക്കാം. ബൈ ബൈ.